കണ്ണടച്ച് തുറക്കും മുൻപേ മാറി മറയുന്ന നമ്മുടെ ഈ ജീവിതത്തിൽ ഇന്നത്തെ സന്തോഷം അനുഭവിക്കാതെ നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ശരിയായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഹാപ്പി ആയിട്ടിരിക്കാം. കഴിഞ്ഞു പോയതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ ലൈഫ് വ്ലോഗ്സ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല നാടൻ മുരിങ്ങക്കായ് കിട്ടിയിട്ടുണ്ട്. ഹോം മെയ്ഡാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്നും ഉണ്ടായതാണിത്. ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂൺ ഇടാം മഞ്ഞൾപ്പൊടിയും. എരിവിനാവശ്യത്തിനുള്ള, ഇതിൽ തേങ്ങയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എരിവ് കുറച്ചിട്ടാൽ മതി. 1 സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ഈ സ്പൂൺ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേവിക്കാനായിട്ട് വയ്ക്കാം. അത് വേകുമ്പോഴേക്കും നമുക്കിവിടെ ചോറ് റെഡിയാക്കാം. അരിയിട്ടു തിളച്ച് വരുന്നുണ്ട്. ഇനി രാവിലേക്കുള്ള ഐറ്റം കൂടി നോക്കണം. മോർണിംഗിന് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കഴിക്കാനായിട്ട് കൊടുക്കാം. രാവിലെ തന്നെ എല്ലാ കിച്ചണിലെ പണികളും ഒരുക്കിയിട്ട് ഇരിക്കണം കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഫുൾ സമയം ഉച്ച വരെ ഈ കിച്ചണിൽ കിടന്ന് മറിയാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാ വർക്കും റെഡിയാക്കിയിട്ട് ഇരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ? ഓക്കെ, ഇനി നമുക്ക് മുരിങ്ങക്കായ കറിയിലേക്ക് ആവശ്യമുള്ള 2 വലിയ തക്കാളി എടുക്കാം. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളമൊന്നും വെക്കേണ്ട കേട്ടോ, വേകാനുള്ളത് മാത്രം വെച്ചാൽ മതി. ഇത് നമ്മളൊരു ഉപ്പേരി പോലെയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങക്കായ് വെന്ത് വരുമ്പോഴേക്കും, ഒരു പകുതി വേവായി തക്കാളിയെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം മുരിങ്ങക്കായിലോട്ട് പിടിച്ചു വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് കടുക് താളിക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 10 എണ്ണം എടുക്കണം. ചെറിയ ഉള്ളി തന്നെ വേണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. മുരിങ്ങക്കായ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് താളിക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കറിയും റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിൽ തേങ്ങ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ചുകൂടി ഇത് ചട്ടിയിൽ ഇരിക്കും തോറും ആ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ മുരിങ്ങക്കായ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആര്യ ലൈഫ് വ്ലോഗ്സ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഓക്കെ, താങ്ക്